തൃക്കാക്കര നഗരസഭയിലെ 19-ാം വാർഡിലെ തുതിയൂർ മുട്ടുങ്കൽ പാലം പൊളിച്ച് 5 മാസം പിന്നിട്ടിട്ടും പുതുക്കി പണിയാൻ നടപടിയായില്ല. പാലം പണിയാത്തത് തുതിയൂർ മുട്ടുങ്കൽ മേഖലയിലുള്ളവരുടെ സഞ്ചാരത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രതിഷേധം ഉയരുമ്പോഴും പാലം പുതുക്കി പണിയാൻ നഗരസഭ നടപടികൾ ആരംഭിച്ചിട്ടില്ല. പ്രതിദിനം 1000-ലേറെ പേർ ആശ്രയിക്കുന്ന പാലമായിരുന്നു തുതിയൂർ മുട്ടുങ്കൽ പാലം. പാലം പുതുക്കി പണിയാനായാണ് 5 മാസം മുൻപ് പൊളിച്ചത്. എന്നാൽ പാലം പൊളിച്ച ശേഷം മറ്റ് നടപടികളൊന്നും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല. മഴ ശക്തമായതോടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുന്നതിനടക്കം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികളടക്കം സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് ഒരു ദിവസം പൊളിക്കുകയുണ്ടായി. പൊളിച്ച് ഏകദേശം പണി തുടങ്ങി, പക്ഷെ അത് പെട്ടെന്ന് തന്നെ നിർത്തിവെച്ചു പണി. പിന്നീട് എന്താ പണിയാത്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് പാലത്തിൻ്റെയും തോടിൻ്റെ വീതി നീളം തമ്മിലുള്ള എന്തൊരു വ്യത്യാസമാണ് ഇവിടുത്തെ കൗൺസിലർ നമ്മളോട് പറഞ്ഞത്. പാലം പൊളിക്കുന്നതിനിടയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയിരുന്നു. എന്നാൽ താത്കാലികമായി അത് അടച്ചുവെങ്കിലും ഇപ്പോഴും ഇതിലൂടെ വെള്ളം ചോരുന്നുണ്ട്. വ്യവസായ മേഖലയിൽ നിന്നും പുറത്തേക്കൊഴുക്കുന്ന മലിനജലത്തിൽ മുങ്ങിയാണ് ഈ കുടിവെള്ള വിതരണ പൈപ്പുള്ളത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇതിങ്ങനെ പണി എന്താണെന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണിത്. ഭയങ്കര ബുദ്ധിമുട്ടായി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് ഇപ്പോൾ പോയേക്കുന്നത്. 2 പൈപ്പുണ്ട്. അതിൽ ഒരെണ്ണം പൊട്ടി മാലിന്യജലം കയറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അത് പിന്നെ പമ്പിങ് നടക്കുന്ന സമയത്ത് വെള്ളം ലീക്കാകുകയും ഇതിപ്പോൾ വെള്ളം കുറച്ച് താന്നിട്ടുണ്ട്. ഇത് വെള്ളം കയറി ഇതിന് പൈപ്പിൻ്റെ ലെവലിലായിരിക്കും വെള്ളം വരുന്നത്. സെസ്സിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണത്. ആ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഇതാണത്. എത്രയും വേഗം പാലം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം തകർന്ന കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പ്രശ്നവും പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.